അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ജമ്മുകശ്മീരിൽ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. സംയുക്ത സേനാ വിഭാഗത്തിന്റെ സഹായത്തോടെ 9 ഇടങ്ങളിലായിരുന്നു പരിശോധന. അടുത്തിടെ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം ശക്തമായതോടെയാണ് NIA നടപടി. 2026 മാർച്ചോടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായി അടിച്ചമർത്തുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. ഇതിന് മുന്നോടിയായാണ് ഛത്തീസ്ഗഡിൽ നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകൾ തുടരുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനുകൾ സംബന്ധിച്ചാണ് നോർത്ത് ബ്ലോക്കിൽ ചർച്ച നടന്നത്. കഴിഞ്ഞ 11 മാസത്തിനിടെ ഛത്തീസ്ഗഡിൽ മാത്രം 200 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാസേന വധിച്ചു. 700 ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയതായി മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പ്രതികരിച്ചു. गृहमंत्री श्री अमित शाह जी से अभी मुलाकात हुई और उनको छत्तीसगढ़ में जो नक्सल गतिविधि चल रही है उसके विषय में अवगत कराया और उनके मार्गदर्शन में और डबल इंजन की सरकार होने के कारण हम लोग बहुत मजबूती के साथ नक्सलवाद के साथ लड़ाई लड़ रहे हैं। पिछले 11 महीनों में करीब 200 नक्सली मारे गए हैं और करीब 600-700 नक्सली आत्मसमर्पण किए हैं और उतने ही की गिरफ्तारी भी हुई है और बहुत ही मजबूती के साथ लड़ाई लड़ रहे हैं। और माननीय प्रधानमंत्री जी और गृह मंत्री जी का जो संकल्प है कि मार्च 2026 तक इस देश से नक्सलवाद खत्म करना है, उस दिशा में हमारी छत्तीसगढ़ की सरकार वहाँ के जवान काम कर रहे हैं. ജാർഖണ്ഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലും നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകൾ തുടരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തുന്നത്. മാവോയിസ്റ്റുകൾക്കും നക്സലുകൾക്കും സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ BJP ഇതര സർക്കാരുകൾ ഭരണത്തിലെത്തിയത് ഭീകരവിരുദ്ധ നീക്കത്തിന് വേഗത കുറച്ചിരുന്നു. എന്നാൽ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും BJP സർക്കാരുകൾ അടുത്ത കാലത്ത് ഭരണത്തിൽ വന്നതോടെ കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട വീണ്ടും സജീവമായി. ജനം, ഡൽഹി.